ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ക്യൂൻ. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ വെറുതെ ഇങ്ങനെ ബോറടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാടമാണ്. അതുകൊണ്ട് ഇങ്ങനെ പശുക്കളൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തെ വീടത്തേക്ക് പുല്ല് തിന്നാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ പശുക്കളിനെ കാണാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ ജസ്റ്റ് അതിനൊന്ന് തൊട്ടിട്ട് വരാം, അതിൻ്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പുല്ലൊക്കെ കൈവച്ചിട്ട് അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേക്കും ഞാൻ അതിന് കൊടുത്തപ്പോൾ അത് തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ടുട്ടാപ്പിക്ക് ഞാൻ തിന്നാന്നും പറഞ്ഞാൽ അതിനെ എടുത്തിട്ട് പുല്ലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ പശുക്കളൊക്കെ ചവയ്ക്കുന്ന പോലെ ചവച്ച് തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ആദ്യം വിചാരിച്ചത് ഇങ്ങനെ പാവം പോലെ കിടക്കുന്ന കണ്ടപ്പോൾ ഇല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നും കിടക്കില്ല, ഫുൾ ടൈം ഫുഡ് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പാവം പോലെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും വയ്യാണ്ടായി ചത്തുപോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ സമയപ്പോഴേക്കും കുറച്ച് ഇരുട്ടിയപ്പോഴേക്കും അതങ്ങനെ അതിൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആ അമ്മൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലുട്ടാപ്പി ആയതുകൊണ്ട് പറയുകയല്ല, ഭയങ്കര കുശുമ്പാണ്. എനിക്ക് ഈ ഒരു പശുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഉണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് കടിച്ചു നോക്കുക, പിന്നെ കൈൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വരിക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ചെറുപ്പത്തെ ഇതിങ്ങനെ ഭയങ്കര കടിയായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു. എങ്കിലും അതിങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഞങ്ങൾ നേരത്തെ, എനിക്കിപ്പോഴല്ല തോന്നിയിട്ടുള്ളത്, ഞങ്ങളുടെ കുറച്ച് നേരത്തെ ടോമി, എൻ്റെ നേരത്തെ പട്ടിയായിരുന്നു ടോമി. അപ്പോൾ എൻ്റെ ആ ഒരു പെറ്റ് ഞങ്ങളുടെ കുറച്ച് ദൂരെയുള്ളൊരു പട്ടിനെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പട്ടിയായിട്ടോ. ഞങ്ങളുടെ ടോമി ഇപ്പോൾ ഒരു പട്ടിപ്പിടുത്തക്കാർ ഇങ്ങനെ കെട്ടിയിടാത്തതുകൊണ്ട് അവർ പിടിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കുറേ പട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒപ്പം പോയതാണ്. അപ്പോൾ ആ ഒരു പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ പട്ടിക്കും ഇപ്പം കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള ആ ഒരു കുട്ടികൾ ഇങ്ങനെ അതിൻ്റെ തന്നെ കുട്ടികളാണ്. അതിങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് അല്ലാണ്ടിരിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹം. ഞാനിങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ കൊഞ്ചിക്കാനും പിന്നെ അതിനെ തൊടാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് കടിയാണ്. അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ് ഇത് കടിച്ചിട്ട്. ഇതിൻ്റെ വിചാരം അത് കളിക്കുകയാണെന്നാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് കടിയാണ്. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ വെറുതെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ബൈ.